സുഹാന. ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മാക്രമേ വാൾ ഹാങ്ങിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരും. വളരെ കളർഫുൾ ആയിട്ടൊരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ ഇതാണ് വാൾ ഹാങ്ങിങ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 3mm 4 കളർ കോഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലത്തെ 4 കളർ കോഡ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഡവൽസ് ആവശ്യമുണ്ട്. ഇതേപോലെ തന്നെ ഉള്ള ഒരു 15 ഇഞ്ചസിൻ്റെ ഡവലാണ് വേണ്ടത്. പിന്നെ നമ്മുടെ സാധാ നോർമൽ ബാംബൂ സ്ക്യൂവേഴ്സ് ഒരു 4 ആവശ്യമുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ 15 ഇഞ്ച് ഡവലിനെ ഞാൻ ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം 3mm സിംഗിൾ സ്ട്രാൻഡ് കോഡ് എടുക്കുന്നു. അതൊരു 3 മീറ്റർ ലെങ്ത്തുള്ള 19 കോഡ്സ് കട്ട് ചെയ്തെടുക്കുക. അതിനെ ഈ ഒരു ഡവലിലേക്ക് റിവേഴ്സ് ലാക്സ് ഹെഡ് നോട്ട് വഴിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാക്സ് ഹെഡ് നോട്ട് വഴിയും ആഡ് ചെയ്യാം. പക്ഷേ ഞാനിതിൽ റിവേഴ്സ് ലാക്സ് ഹെഡ് നോട്ട് വഴിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് ഇതിലോട്ടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 3 മീറ്റർ ലെങ്ത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കസ്റ്റമറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമുള്ള ലെങ്ത് അനുസരിച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഏകദേശം ഒരു 65 സെൻറ്റിമീറ്റർ താഴോട്ടേക്ക് നീളം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡയമെൻഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കുറഞ്ഞ് മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ അതുപോലെ കൂടാതെ തന്നെ ഇതിൽ ഞാൻ ഓരോ ലാക്സ് ഹെഡ് നോട്ട് തമ്മിലും ചെറിയ ഗ്യാപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ ഓരോ കോഡുകളെയും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിന് ശേഷം ഫസ്റ്റത്തെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള ബാംബൂ സ്ക്യൂവേഴ്സാണ്. ഇത് നമ്മുടെ ത്രെഡ് ഞാനിപ്പം വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഡിസ്റ്റൻസിന് കണക്കാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതിന് പ്രത്യേകിച്ച് ലെങ്ത് ഒന്നുമില്ല. ഇതിനെ നമ്മൾ ഇതിലോട്ടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ഹാഫ് ഹിഷ് നോട്ട് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ അതിൻ്റെ 2 എൻഡിലും ഓൾറെഡി ചെയ്ത് വെച്ചതാണ്. കാരണം നമുക്കത് വീഡിയോ ചെയ്യുമ്പം അത് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം 2 എൻഡിലും ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ളത് ചെയ്യുക. അപ്പോൾ ആയിരിക്കും കുറച്ചുകൂടെ സിമ്പിളായിട്ടുണ്ടാവുക. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി അത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ 1 by 1 ആയിട്ട് ഓരോ ത്രെഡുകൾ വെച്ചിട്ടും ഡബിൾ ഹാഫ് ഹിഷ് നോട്ട് കെട്ടിക്കൊടുക്കുക. ബാംബൂ സ്ക്യൂവേഴ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും പിന്നെ വേറെ എന്തെങ്കിലും ഒരു ലെങ്ത്ത് ഉള്ള എന്ത് മെറ്റലിൻ്റെ ആണെങ്കിലും എങ്ങനത്തെ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പക്ഷെ അത് കാണാൻ പാടില്ല പുറത്തോട്ടേക്ക്. അപ്പം ഇത് നമ്മളെല്ലാം വുഡൻ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ബാംബൂ സ്ക്യൂവേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ എൻഡിൽ ആ ഒരു ത്രെഡ് അറ്റത്തോട്ടേക്ക് നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലും ഫോൾഡ് ചെയ്യുന്ന സമയത്തോ കൊറിയർ അയക്കണ സമയത്തൊക്കെ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞതിന് ശേഷം ഫിനിഷ് ചെയ്യുക. പിന്നെ കൈ കൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും ചെയ്യാം. ഇനി അവസാനത്തെയും അതേപോലെ ഫസ്റ്റിലെയും ത്രെഡ് മാറ്റി വെച്ചതിന് ശേഷം ഫസ്റ്റ് 4 കോഡ്സ് എടുക്കുക. യൂഷ്വലി നമ്മൾ ബേസിക് നോട്ടായ സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യണ സമയത്ത് ഒരുപാടൊന്നും ടൈറ്റ് ചെയ്യേണ്ട. കാരണം കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ലെവൽ കീപ്പ് ചെയ്ത് നിങ്ങൾ വീഡിയോ കുറച്ച് വേണം സൂം ചെയ്തിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരുപാട് ഞാൻ ടൈറ്റ് ചെയ്യണില്ല, കുറച്ചൊരു ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അറേഞ്ച്മെൻറ്റ്, അതായത് നമ്മൾ ബാഗൊന്നും ചെയ്യേണ്ട പോലെ ചെയ്തിട്ടില്ല. ആ ഒരു രീതിയിൽ നിങ്ങൾ ഇതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഒരു ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയിട്ട് സെയിം റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെയും അവസാനത്തെയും ത്രെഡ് മാറ്റി വയ്ക്കാൻ മറക്കരുത്. ഇനി അടുത്തത് സെക്കൻഡ് റോ ചെയ്യണം. സെക്കൻഡ് റോ ചെയ്യണ സമയത്ത് നമ്മൾ യൂഷ്വലി ബാഗ് ചെയ്യണ പോലെ തന്നെ ഫസ്റ്റിൽ 2 കോഡ് മാറ്റി വയ്ക്കുക, പിന്നെ അവസാനത്തെ 2 കോഡ് മാറ്റി വയ്ക്കുക. അതായത് ആൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാറില്ല, അതുപോലെയാണ് ചെയ്യണത്. അപ്പം ടോട്ടലി 3 കോഡ്സ് ലെഫ്റ്റിൽ നിന്നും 3 കോഡ്സ് റൈറ്റിൽ നിന്നും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇവിടെയും ഇതുപോലെ തന്നെ ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട. നമുക്ക് ഒരു ജസ്റ്റ് ഈ ഇതിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാകും എത്രത്തോളം വേണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്താൽ മതി.
അങ്ങനെ സെക്കൻഡ് റോയും കംപ്ലീറ്റ് ചെയ്യാം. ഇനി തേർഡ് റോ വീണ്ടും നമ്മൾ ബാഗിൽ ചെയ്യണ പോലെ തന്നെ ആദ്യം മാറ്റി വെച്ച 2 കോഡുകളെ ലെഫ്റ്റിൽ റൈറ്റിൽ എടുക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. ഫസ്റ്റിൽ മാറ്റി വെച്ച ആ കോഡിന് മാറ്റമില്ല കേട്ടോ. ആ സ്റ്റെപ്പ് ഇവിടെ സെയിം തന്നെയാണ് വരുന്നത്. അത് നമ്മൾ പിന്നീട് ആഡ് ചെയ്യുള്ളൂ. ഇപ്പം ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതുപോലെ തേർഡ് റോയും കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത ബാംബൂ സ്ക്യൂവേഴ്സ് എടുക്കുക. അതിന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെയും അവസാനത്തെയും ത്രെഡ് വെച്ച് തന്നെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സിമ്പിളായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ജസ്റ്റ് അത് നല്ലോണം ടൈറ്റ് ചെയ്ത് കെട്ടിയില്ലെങ്കിലും ജസ്റ്റ് അത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കെട്ടുക. കാരണം കുറച്ച് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തായാലും ചെയ്യേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പിന്നെ ഒന്ന് ജസ്റ്റ് ഒരു അതവിടെ നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത 1 by 1 ആയിട്ട് ഓരോ ത്രെഡുകളുടെയും ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കെട്ടിക്കൊടുക്കുക. ഇതുപോലെയാണ് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പും ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ആ ഫസ്റ്റിലെയും ലാസ്റ്റിലെയും ത്രെഡിന് അവസാനം ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അതിങ്ങനെ ഒരു സൈഡിലോട്ടേക്ക് ഇങ്ങനെ ചേർന്ന് പോകും. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തള്ളി കൊടുത്താൽ മതിയാകും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലാസ്റ്റിൽ കെട്ടിയ സ്ക്വയർ നോട്ടും അതുപോലെ തന്നെ ഈ ഒരു സ്ക്യൂവേഴ്സും തമ്മിലുള്ള ഗ്യാപ്പ് അധികം ഇല്ല. അത് ഏകദേശം അതിനോട് അടുപ്പിച്ച് തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ ടോട്ടൽ 19 കോഡ്സ് ആണുള്ളത്. അപ്പോൾ ഈ 19 കോഡ്സിന് നമ്മൾ കറക്റ്റ് ഏകദേശം മിഡിലുള്ള ത്രെഡ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. അതായത് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് 10th കോഡ് എടുക്കുക. 10th കോഡ് എടുത്തതിന് ശേഷം ഇനിയാണ് നമ്മൾ കളർ കോഡ്സിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓഡ് നമ്പർ ഓഫ് കോഡ്സ് എടുത്തത്. അപ്പം നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഇഷ്ടമുള്ള രീതിയിൽ ലെങ്ത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഇതുപോലെ തന്നെ ഒരു 3 മീറ്ററിൽ തന്നെ ഞാൻ കോമൺ ആയിട്ട് പറയുകയാണ്. കാരണം ഇതിൽ പല ത്രെഡുകളും പല സൈസിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും 3 മീറ്ററിൽ കൂടുതലില്ല, പക്ഷേ എല്ലാ ത്രെഡുകളുടെ അളവ് 3 മീറ്റർ തന്നെയായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ 3 മീറ്റർ ലെങ്ത്തുള്ള ഒരു പിങ്ക് കളറിലുള്ള 3mm സിംഗിൾ സ്ട്രാൻഡ് കോഡ് എടുക്കുന്നു. അതിന് ഫസ്റ്റ് ഞാൻ മിഡിലിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ക്വയർ നോട്ടാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണ്ടത്ര ലെങ്ത്തിൽ, നിങ്ങൾക്ക് എത്രത്തോളം പോർഷനിൽ വേണോ അത്രയും ലെങ്ത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ചെയ്യുന്നതിൻ്റെ ഡയമെൻഷൻ ഞാൻ എടുത്ത് പറയണില്ല, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫോർമുല കാര്യങ്ങളൊക്കെ വർക്ക്ഷോപ്പിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെയാണ് കോഡിൻ്റെ കാൽക്കുലേഷൻ എന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ത്രെഡ് വേസ്റ്റേജ് ഇല്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അത് ഇതുപോലെ നമ്മളിങ്ങനെ താഴെ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലെങ്ത്ത് ഞാനതാണ് പറയണത്, ഇത് എത്ര ഉണ്ടെന്ന് ഞാൻ പറയണില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് ആയിരിക്കും ഇഷ്ടമുണ്ടാകും. പിന്നെ നോട്ടിൻ്റെ ടൈറ്റ്നെസ്സും ലൂസും ഒക്കെ മാറ്റമുള്ളത് കൊണ്ടും അത് ഞാൻ എടുത്ത് പറയാത്തത്. വീണ്ടും അടുത്ത 3 മീറ്റർ ലെങ്ത്തുള്ള സിംഗിൾ സ്ട്രാൻഡ് കോഡ് എടുക്കുന്നു. ഇനി ഇപ്പം നമ്മൾ ആ 10th കോഡിൻ്റെ നടുവിൽ ഉള്ളതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുള്ള 3 കോഡ്സാണ് ഇനി അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കെട്ടാൻ വേണ്ടി പോകുന്നത് സ്പൈറൽ നോട്ടാണ്. നടുവിൽ നമ്മൾ സ്ക്വയർ നോട്ട് കെട്ടി. ഇനി അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് ഞാൻ ഇപ്പുറത്ത് ഒരു സ്പൈറൽ നോട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടും ഞാൻ 3 മീറ്റർ തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ മേലെ കുറച്ച് ഗ്യാപ്പ് ഞാൻ വിട്ടിട്ടുള്ളത് കണ്ടിട്ടുണ്ടാകും. ഈ ഗ്യാപ്പ് അതുപോലെ തന്നെ ഒരു 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ എത്രയാണ് നിങ്ങൾക്ക് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിലേക്ക് ഇതിനെ മാറ്റാം. വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ജിയോമെട്രിക്കൽ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു സർക്കിൾ പോലെയൊക്കെ ആക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്.
അങ്ങനെ 5 സ്പൈറൽ നോട്ട് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനെ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈക്വലായിട്ട്, അതായത് യൂണിഫോം ആയിട്ട് ഓരോ സ്പൈറൽ നോട്ട് തമ്മിലുള്ള ഗ്യാപ്പ് യൂണിഫോം ആയിട്ട് കിട്ടാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. പിന്നെ കാണാനും കുറച്ചുകൂടെ ഭംഗി അങ്ങനെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം സ്പൈറൽ നോട്ട് കെട്ടുന്ന സമയത്ത്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളും എളുപ്പം ഇങ്ങനെ ഓരോന്ന് പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ഒന്നില്ലെങ്കിൽ 4 തവണ സ്പൈറൽ നോട്ട് കെട്ടാം, അല്ലെങ്കിൽ 5 തവണ കെട്ടാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താണെങ്കിൽ കുഴപ്പമില്ല. ഇതിലിപ്പോൾ ഞാൻ 5 തവണയാണ് ചെയ്തിട്ടുള്ളത്. ചില വീഡിയോസിൽ ഞാൻ 4 തവണ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അത് മാറും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആ ട്വിസ്റ്റിംഗ് മാത്രം ശ്രദ്ധിക്കുക. ഓരോ തവണ ട്വിസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഷേപ്പ് വെച്ചതിന് ശേഷം അടുത്ത സ്പൈറൽ നോട്ട് കെട്ടിത്തുടങ്ങാം. അപ്പോൾ ആ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും സെയിം സ്പൈറൽ നോട്ട് തന്നെ കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് മോഡലിൽ വേണം എന്നുള്ളത്. അതുപോലെ താഴെ വരെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ലെഫ്റ്റിലും റൈറ്റിലും സ്പൈറൽ നോട്ട് പിങ്ക് കളറിൽ കെട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത കളർ എടുക്കുക. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ലെഫ്റ്റിലുള്ള 3 കോഡ്സും അതുപോലെ തന്നെ റൈറ്റിലുള്ള 3 കോഡ്സും എടുക്കണം. അപ്പോൾ അവിടെ ഞാൻ കൊടുക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് സ്ക്വയർ നോട്ടാണ്. ലെഫ്റ്റിലും റൈറ്റിലും സ്ക്വയർ നോട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വാട്ടർ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ മിഡിലിൽ കെട്ടിയ സ്ക്വയർ നോട്ടിൽ നിന്ന് കുറച്ച് താഴ്ഭാഗത്തേക്കായിട്ടാണ് അടുത്ത സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പാറ്റേൺ അങ്ങനെയാണ് വരുന്നത്. ഒരു കളറിൽ തന്നെ സ്പൈറൽ നോട്ടും ഉണ്ടാവും, അതുപോലെ തന്നെ സ്ക്വയർ നോട്ടും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ലെഫ്റ്റിലും റൈറ്റിലും വാട്ടർ ഗ്രീൻ കളർ കൊണ്ട് സ്പൈറൽ നോട്ടും അതേപോലെ തന്നെ സ്ക്വയർ നോട്ടും കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഈ സ്ക്വയർ നോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബാക്കിയുള്ളത് സ്ക്വയർ നോട്ടിൻ്റെ ഇപ്പുറത്തേക്ക് വേണ്ടത് സ്പൈറൽ നോട്ടാണ്. അപ്പോൾ ഈ സ്പൈറൽ നോട്ട് കെട്ടുന്ന സമയത്ത് നമ്മൾ പിങ്കിൻ്റെ കുറച്ച് താഴ്ഭാഗത്തായിട്ടാണ് അടുത്തത് കെട്ടുന്നത്. ഇത് കസ്റ്റമർ ഒരു നമുക്ക് ഫോട്ടോ കാണിച്ചിട്ട് അതുപോലെ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു ഫോർമാറ്റ് വരുന്നത്. അപ്പം ഇതിൻ്റെ ആ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്കതിൽ എത്രത്തോളം ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 or 5 സെറ്റ് സ്പൈറൽ നോട്ട് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ട്വിസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ സ്ട്രാൻഡ് കോഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ആ നോട്ടിൻ്റെ പെർഫെക്ഷൻ ഭയങ്കരമായിട്ട് ടൈറ്റ് ആവുന്ന സമയത്ത് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ ചെയ്താൽ മതി. പക്ഷേ ലൂസും ആവരുത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടാലേ ഒരു മനസ്സിലാവും. ഓവർ ടൈറ്റ് ആവുന്ന സമയത്ത് നോട്ടിൻ്റെ പെർഫെക്ഷൻ കുറച്ച്. പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അടുത്ത കളർ എടുക്കുകയാണ്. ഇനി ഞാൻ ഗ്രേ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ലെഫ്റ്റിലും റൈറ്റിലും സ്ക്വയർ നോട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം 3 മീറ്റർ ലെങ്ത്തുള്ള കോഡ് തന്നെയാണ്. ഇതിങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിംഗിൾ സ്ട്രാൻഡ് കോഡ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ് വേണ്ടെങ്കിൽ ട്വിസ്റ്റഡ് കോഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഗ്രേ കളർ കൊണ്ടും ഇതുപോലെ സ്ക്വയർ നോട്ടും അതുപോലെ തന്നെ സ്പൈറൽ നോട്ടും ലെഫ്റ്റിലും റൈറ്റിലും കെട്ടിക്കൊടുക്കാം. ഇനി ഏറ്റവും ലാസ്റ്റ് ഉള്ളതാണ്. അവിടെ എൻഡിൽ നമുക്ക് 3 കോഡ്സ് ഉണ്ടാവും. അവിടെ ഞാൻ അഗെയിൻ നമ്മുടെ ഏറ്റവും ബാക്കി വന്നിരിക്കുന്ന കോഡ് എന്ന് പറഞ്ഞാൽ ഓഫ് വൈറ്റ് കളറാണ്. ആ ഓഫ് വൈറ്റ് കളറിന് എൻഡിൽ ഇവിടെ ഞാൻ സ്ക്വയർ നോട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ 2 എൻഡിലും സ്ക്വയർ നോട്ട് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എൻഡ്സ് ഉണ്ടാവുക എല്ലാം ചെയ്ത് കഴിയുന്ന സമയത്ത്. ഇനി എൻഡിന് ഈ ബാക്കി വരുന്ന ത്രെഡിനെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഞാനതിന് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ബോബിൻ പിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നീഡിലുണ്ടെങ്കിൽ നീഡിലും യൂസ് ചെയ്യാം. ഇപ്പം നമ്മളുടെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്ക് സൈഡ് എടുക്കുക.
എന്നിട്ട് ബാക്ക് സൈഡിൽ ഏതെങ്കിലും ഒരു സ്പൈറൽ നോട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഈ ത്രെഡിനെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് ഒന്ന് പുള്ള് ചെയ്തെടുക്കുക. എന്നിട്ട് സിസർ വെച്ചിട്ട് എക്സ്ട്രാ വരുന്ന പോർഷൻ കട്ട് ചെയ്യണം. അവിടെ ചെയ്യുന്ന സമയത്ത് ലൂസാകാൻ പാടില്ല, നന്നായി ടൈറ്റ് ചെയ്ത് തന്നെ വെക്കണം. എന്നിട്ട് എക്സ്ട്രാ വരുന്ന പോർഷനിൽ കട്ട് ചെയ്തതിന് ശേഷം ഫെവിക്കോളോ ഫാബ്രിക് ഗ്ലൂ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ആ ഒരു ത്രെഡ് പുറത്തോട്ടേക്ക് തള്ളി നിൽക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാ ഇതിലും ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഫിനിഷ് ആവുള്ളൂ. അപ്പം 1 by 1 ആയിട്ട് ഓരോന്നിലായിട്ട് ചെയ്ത് കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇപ്പോൾ സ്പൈറൽ നോട്ട് ആയതുകൊണ്ട് ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഫ്രണ്ട് പോർഷനിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ്. സ്ക്വയർ നോട്ട് ആവുന്ന സമയത്ത് ഈ ഒരു സ്റ്റെപ്പ് ആവശ്യമില്ല, കറക്റ്റായിട്ട് തന്നെ വന്നോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ആ ഒരു എൻഡ് പറയുന്നത്. ഇനി ഇതിന് ശേഷം നമ്മൾ മേലെ ചെയ്ത സെയിം സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അതായത് ഇനി 2 സ്ക്യൂവേഴ്സും കൂടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ടോട്ടൽ 4 സ്ക്യൂവേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇതിൽ മിഡിലുള്ള ആ ഒരു പിങ്ക് കളർ ഉണ്ടല്ലോ, അതിനോട് ചേർത്തിട്ട് വേണം നമുക്ക് കോഡ് വരേണ്ടിയിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ ഒരു ചെറിയൊരു കെട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു എൻഡ് എവിടെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം 1 by 1 ആയിട്ട് ഓരോ കോഡ്സ് ലെഫ്റ്റിൽ നിന്നും അതേപോലെ തന്നെ റൈറ്റിലുള്ള എല്ലാ കോഡുകളും വെച്ച് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡബിൾ ഹാഫ് ഇഷ്നോട്ട് കെട്ടിക്കെടുക്കാം. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളത് ഈ ഒരു കാര്യമാണ്. കാരണം ബാംബൂ സ്ക്യൂവേഴ്സ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം എൻഡിൽ ഞാൻ അതാണ് ഗ്ലൂ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ ത്രെഡ് ഒരിക്കലും റിമൂവ് ചെയ്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ആ സ്റ്റെപ്പ് ആരും മറക്കാൻ പാടില്ല. അതെന്തായാലും ഗ്ലൂ കുറച്ച് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതുപോലെ 1 by 1 ആയിട്ട് ഡബിൾ ഹാഫ് ഇഷ്നോട്ട് കെട്ടിക്കൊടുക്കുക. മേലെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ്. അത് ഏകദേശം ആ ഒരു 2 സ്ക്യൂവേഴ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 സെൻറ്റിമീറ്ററാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ഇതാണ് താഴ്ഭാഗത്തുള്ള പോർഷൻ നമ്മൾ മേലെ ചെയ്ത പോലെ തന്നെ ചെയ്യുന്നത്. ഇനി അടുത്തത് എൻഡിൽ നമുക്ക് ആവശ്യത്തിന് ലെങ്ത്ത്, നിങ്ങൾക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം അത്രത്തോളം വെച്ച് കട്ട് ചെയ്യാം. ഇതും അതുപോലെ തന്നെ ഒരു 6 സെൻറ്റിമീറ്റർ ഒക്കെയാണ് ഏകദേശം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഏകദേശം 15 ഇഞ്ചിൻ്റെ ഡബലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഒരു 40 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലെങ്ത്തും ഉണ്ട്. അതുപോലെ താഴ്ഭാഗത്തോട്ടേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 63 സെൻറ്റിമീറ്റർ ഒക്കെയാണ് ഫൈനലിൽ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ത്രെഡിൻ്റെ ലെങ്ത്ത് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. 40 by 60 ആണ് ഇതിൻ്റെ ടോട്ടൽ ഡയമെൻഷൻ വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സോ താങ്ക് യു സോ മച്ച്.